മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ്. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി തന്നെ വിടണമെന്നുമുള്ള മുറവിളി കീഴ്ഘടകങ്ങളിൽ ശക്തമായിരിക്കെ CPIയുടെ 3 ദിന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനാണ് യോഗം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPMനും എതിരെ അതിരൂക്ഷ വിമർശനമാണ് നേരത്തെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത്. മന്ത്രിസഭ ഒന്നാകെ മാറി മുഖം മിനുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. SFIയെ വിമർശിച്ച സംസ്ഥാന സെക്രട്ടറിക്കെതിരെ CPM SFI നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തിയതും ചർച്ചയാകും. BV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് പ്രധാന അജണ്ടയായി വരിക? എന്തൊക്കെയാണ് വിശദാംശം? ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ പ്രാഥമിക ഘട്ടത്തിൽ CPIയുടെ ജില്ലാ കൗൺസിലുകളും സംസ്ഥാന കൗൺസിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയത്. പക്ഷേ വിശദമായ ഒരു അവലോകനത്തിലേക്കാണ് CPI കടക്കുന്നത്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും. നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ അവലോകനം ഉണ്ടാകും. വലിയ വിമർശനമാണ് ഭരണത്തിനെതിരെ, സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യോഗങ്ങൾ നേരത്തെ ഉയർന്നത്. അത് മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രിയെ മാറ്റണം, മന്ത്രിസഭ ഒന്നടങ്കം മാറി പുതിയ ആളുകൾ വരട്ടെ തുടങ്ങിയ ആവശ്യങ്ങൾ പല യോഗങ്ങളിലും ഉയർന്നിരുന്നു. മാത്രമല്ല CPI മുന്നണി വിടണമെന്ന അഭിപ്രായപ്പെട്ട കമ്മിറ്റികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകും. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും ഈ യോഗങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, അരുൺ ഒന്ന് തുടരണം. KPCC അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ മൗനം തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പ്രതിരോധത്തിലാകേണ്ട എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കളുള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. അരുൺ, ഈ വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇല്ലാതെ പോകുന്നു, മൗനം തുടരുകയാണ്. അതേസമയം കേസ് അന്വേഷിക്കാനായി 2 പോലീസുകാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കോൺഗ്രസിനെ നാണം കെടുത്തിയ കൂടോത്ര വിവാദത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ മൗനം തുടരുകയാണ്. ഒരു ചിരിക്കപ്പുറത്തേക്കും ഒന്നും അറിയില്ല, പിന്നീട് പ്രതികരിക്കാമെന്നതിനപ്പുറത്തേക്കും പറയാൻ ഇതുവരെയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തയ്യാറായിട്ടില്ല. രാജ്ഭവൻ ഉണ്ണിത്താൻ മാത്രമാണ് വാർത്താസമ്മേളനം നിർത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. മറ്റ് KPCC അധ്യക്ഷനോ ഈ പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ഇതുവരെയും കാര്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നും പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം നിയമസഭയിൽ ഉണ്ടാകാനിടയുണ്ട്. സ്വാഭാവികമായും ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം സർക്കാർ ഇത് വലിയൊരു വിഷയമായി തന്നെ ഏറ്റെടുക്കുകയാണ്. നിയമ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു. അന്വേഷണം 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. KPCC ആസ്ഥാനത്തടക്കം കൂടോത്രം നടന്നിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ശരി, VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചുവെങ്കിലും KSEBിക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ആക്രമണ കേസ് പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അജ്മലിന്റെ കുടുംബം. വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോൾ ജീവനക്കാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് അജ്മലിന്റെ അമ്മയുടെ പരാതി. വൈദ്യുതി വിച്ഛേദിച്ചത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ്. ഓഫീസ് ആക്രമിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തും. നമുക്ക് ഒരുപാട് സന്തോഷമായി, സന്തോഷം തന്നെ. പിന്നെ നമ്മളെ ജനങ്ങൾ, നാട്ടുകാരും, ഞങ്ങളെ പാർട്ടിക്കാരും, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ, പിന്നെ ഞങ്ങളെ മഹിളാ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, അതേപോലെ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇന്നലെ ഉച്ചക്ക് മുതൽ ദൂരിക്കൊണ്ടായ സമയം മുതൽ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് സഹായിച്ച്. ബോസ് ചെക്കപ്പ് ഒക്കെ ഇന്നലെ രാത്രി എപ്പോഴാ പോയെന്നറിയാം. അത് കഴിഞ്ഞ് ഇന്നിപ്പോ പൊലച്ചക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. മകന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? മകന്റെ കാര്യം ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചു. വലിയ സന്തോഷമുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടത്തിന്റെ 1ാമത്തെ ഘട്ടം ഇവിടെ വിജയിച്ചിരിക്കുന്നു. നമ്മളറിയാം, നീതി നിഷേധമായിരുന്നു. അജ്മൽ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള കറക്ഷൻ റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മുതൽ നമ്മൾ സമരങ്ങൾ ആരംഭിച്ചു. ഇന്ന് ആ സമരം നേരത്തെ മന്ത്രി പറഞ്ഞു, മറ്റു ഉദ്യോഗസ്ഥർ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഒരു ഉറപ്പും ഒരു ചുക്കും ചുണ്ണാമ്പും വേണ്ടി വന്നില്ല. സമരം കണ്ട്
പൊതുജനങ്ങളുടെ പിന്തുണ കണ്ട്, മാധ്യമങ്ങൾ കാട്ടിയ പിന്തുണ കണ്ട് അവസാനം KSEBയും മന്ത്രിയും ബൈജു പ്രഭാകരനും ഒക്കെ മുട്ടുമടക്കി ഈ മഴയത്ത് വന്ന് KSEB ഉദ്യോഗസ്ഥർ ആ വൈദ്യുതി പ്രസ്താവിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്തുണ നൽകിയ ജനാധിപത്യ സമൂഹത്തിന് നന്ദി. ഒന്ന്, മൊബൈൽ കോടതിയിൽ ഹാജരാക്കണം, അതിലെ ഡാറ്റ പരിശോധിക്കണം, അജ്മൽ പറഞ്ഞ വസ്തുക്കൾ അകത്തുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ വൈദ്യുതി വിച്ഛേദിച്ചത് അവരുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തതാണ്. അത് സ്വാഭാവികമായതിന് ഞങ്ങൾക്ക് കോടതിയിലേക്ക് പോകും, നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ചെയ്ത ആളുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. ഗുലാം നബി ആസാദ് ചേരുന്നു വിവരങ്ങളുമായി. ആസാദ്, ഈ വിഷയത്തിൽ വീട്ടിലേക്ക് വൈദ്യുതി ലഭിച്ചുവെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? നിയമ നടപടികളുമായി ഇരു കൂട്ടരും മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഈ കുടുംബവും യൂത്ത് കോൺഗ്രസും എല്ലാം ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അജ്മലിന്റെ ഉമ്മ മറിയം ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാനനഷ്ടത്തിനുള്ള കേസ് കൂടി അവർ ഫയൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് തിരുവമ്പാടി KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ, KSEB ജീവനക്കാരുടെ സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടിയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും ഉണ്ട്. അല്പസമയത്തിനകം ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നിന്നും ആരംഭിക്കും. വിശദീകരണ യോഗവും തിരുവമ്പാടിയിൽ അങ്ങാടിയിൽ വെച്ച് നടക്കുന്നതാണ്. ഇനി ഈ KSEB ഉദ്യോഗസ്ഥരും കുടുംബവും ഇപ്പോൾ പറയുന്നത് ഇരു കൂട്ടരും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇനിയും കൂടുതൽ പരാതികളും കേസുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇവരെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവും. ശരി, ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചുവെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള രാഷ്ട്രീയം വളരെ ഞെട്ടലോടെയും അതിനപ്പുറം ജാള്യതയോടെയും കേട്ട വാർത്തയാണ് കൂടോത്ര വിവാദം. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. അതിന് കാരണം 2024 നിൽക്കുമ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ കേരളം ഇപ്പോഴും, അതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നിന്റെ നേതാക്കൾ തന്നെ അതിൽ വിശ്വാസമുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ്. കൂടോത്ര വീഡിയോയിൽ KPCC അധ്യക്ഷന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതിനുശേഷം കാസർഗോഡ് MP തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനോട് പറയുന്നു. അത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ കൂടോത്രം പോലെ തികച്ചും കാലത്തിന് ചേരാത്ത അന്ധവിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം അനാചാരങ്ങളുടെ വിശ്വാസക്കാരാണ്, അവർ വിശ്വസിക്കുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും ഞെട്ടലോടെ കേരളം കേട്ടത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല KPCC നേതൃത്വത്തിനാകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനാകട്ടെ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിന് വൻ തിരിച്ചടി. ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ് മുന്നിൽ. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. തൂക്കുമന്ത്രിസഭയ്ക്കാണ് സാധ്യത. ഇമാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിൽ വരുമെന്നായിരുന്നു സർവേ ഫലങ്ങൾ. കിരൺ ബാബു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. കിരൺ, ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് ഇടത് സഖ്യം അവിടെ ഫ്രാൻസിൽ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഫ്രാൻസിന്റെ അന്തിമ ഫലങ്ങൾ ഏകദേശം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടത് സഖ്യത്തിനാണ് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് നിന്ന പാർട്ടിക്ക് ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നു. പ്രധാനമായും 3 പാർട്ടികളാണ്, 3 സഖ്യങ്ങളാണ് അവിടെ മത്സരിച്ചത്. ഇടതു സഖ്യം ന്യൂ പോപ്പുലർ ഫ്രണ്ട്, അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷം നാഷണൽ റാലി, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുടെ റിനൈസൻസ് പാർട്ടി. ആ റിനൈസൻസ് സഖ്യത്തിൽ മിതവാദി സഖ്യങ്ങളാണ്. തീവ്ര വലതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ നിൽക്കാത്ത മധ്യനിരയിൽ നിൽക്കുന്ന പാർട്ടികളാണ്. അങ്ങനെ 3 സഖ്യമാണ് പ്രധാനമായും മത്സരിച്ചത്. ഇപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഇടതു സഖ്യത്തിന് 182 സീറ്റുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതു സഖ്യത്തിനാണ്. രണ്ടാമത് മാക്രോയുടെ
സഖ്യത്തിനാണ്. അദ്ദേഹത്തിന് 163 സീറ്റുകളിലാണ് വരുന്നത്. മൂന്നാം സ്ഥാനത്താണ് തീവ്ര വലതുപക്ഷ സഖ്യം നിൽക്കുന്നത്. അതിന് 143 സീറ്റുകളാണുള്ളത്. എന്നാൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നില്ല ഫലം. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ അല്ലെങ്കിൽ കുടിയേറ്റത്തെ അടക്കം എതിർക്കുന്ന പാർട്ടിയായ NRന് നാഷണൽ റാലിക്ക് മികച്ച പ്രകടനമായിരുന്നു. അവരായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നത്. അവരെ ഒറ്റയ്ക്ക് വിജയിക്കും എന്നുള്ള അവസ്ഥയടക്കമുണ്ടായിരുന്നു. ആകെ 577 അംഗ പാർലമെന്റിലേക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 289 അംഗങ്ങളാണ്. എന്നാൽ 289 എന്ന മാർക്ക് കടക്കാനോ അതിന്റെ ഏകദേശം 100 മെമ്പർമാരിൽ താഴെ എത്താനോ ഒരു സഖ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള ഇടതു സഖ്യത്തിന് 182 സീറ്റുണ്ട്. അതിനോടൊപ്പം തന്നെ മാക്രോയുടെ സഖ്യം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭരണം സാധ്യമാകും. അങ്ങനെ ഫ്രാൻസിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് തെളിയുന്നത്. എന്തായാലും കഴിഞ്ഞ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ വലത് സഖ്യം തീവ്ര വലത് പാർട്ടികൾ അധികാരത്തിലേറും എന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങളുണ്ടായിരുന്നു. പാർലമെന്റ് കാലാവധി നേരത്തെയാക്കി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഇമ്മാനുവൽ മാക്രോയുടെ തീരുമാനം തിരിച്ചടിയാവും സാധ്യതയുണ്ട് എന്ന തരത്തിൽ ആഗോളതലത്തിൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇമ്മാനുവൽ മാക്രോയുടെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് ആ തരത്തിലേക്ക് ഒരു വലിയ അബദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നതുകൂടി അദ്ദേഹത്തിന് ഇപ്പോൾ വെളിവായിരിക്കുന്നു. എന്തായാലും ഫ്രാൻസിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇടത് സഖ്യം ഇപ്പോൾ അവിടെ അധികാരത്തിൽ ഭരണ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്മാനുവൽ മാക്രോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും അദ്ദേഹത്തിന്റെ സഖ്യം പരാജയപ്പെട്ടാലും വിജയിച്ചാലും അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ല എന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ചെറിയ കൗതുകം കൂടി പറഞ്ഞാൽ, കേരളത്തിന് കൂടി ഈ ഫ്രാൻസിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷമായ ബന്ധമുണ്ട്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മാഹിയിൽ 30ഓളം ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഫ്രഞ്ച് പൗരത്വമുള്ള ആളുകൾ മാഹിയിൽ ഇപ്പോഴുമുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശരി കിരൺ. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM അന്വേഷണം തുടങ്ങി. 3-അംഗ സമിതിയാണ് അന്വേഷിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി ന്യൂസ് 8നോട് പറഞ്ഞു. ആരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല. പരാതിക്കാരുണ്ടെങ്കിൽ പുറത്തുവരട്ടെ. ശബ്ദരേഖയുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നും പാർട്ടിയോ നേതാക്കളോ വിശദീകരണം തേടിയിട്ടില്ല എന്നുമാണ് പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, തന്നോടാരും വിശദീകരണം ചോദിച്ചിട്ടില്ല എന്ന് പ്രമോദ് കോട്ടൂളി പറയുമ്പോഴും പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും പ്രമോദ് കോട്ടൂളിയാണ് ഈ നേതാവ് എന്ന കാര്യം ഇന്ന് ആണ് പലരും പുറത്തുവിട്ടിരുന്നത്. ഇന്നലെ ചില സൂചനകൾ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അവ്യക്തമായ സൂചനകൾ നൽകിയത്. എന്നാൽ ഈ പ്രചാരണങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെയാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ തൻ്റെ ഭാഗത്തുനിന്നും നടന്നിട്ടില്ല. ഒരാളിൽ നിന്നും താൻ ഒരു നിയമനത്തിനായും കൈക്കൂലിയോ അല്ലെങ്കിൽ അഴിമതി പണമോ കോഴപ്പണമോ ഒന്നും വാങ്ങിയിട്ടില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. മാധ്യമങ്ങളിലൂടെയാണ്, ഒരു ഡോക്ടറാണ് പരാതിക്കാരെന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു പരാതിക്കാരുണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ. ആ പരാതിക്കാരുടെ പക്കൽ ശബ്ദരേഖ അടക്കമുള്ള തെളിവുകൾ ഉണ്ടെന്നും മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു. അങ്ങനെയെങ്കിൽ ആ ശബ്ദരേഖകൾ പുറത്തുവിടട്ടെ എന്നും അദ്ദേഹം പറയുന്നു. താൻ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം എന്ന രീതിയിലാണ് ഇപ്പോൾ CPM-ലുള്ളത്. എന്നാൽ ടൗൺ ഏരിയ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഉപരി കമ്മിറ്റികളിൽ നിന്നോ ഒന്നും ഒരു തരത്തിലുമുള്ള ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് താനുമായി ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള വിശദീകരണവും തേടിയിട്ടില്ല. പാർട്ടി ഇക്കാര്യത്തെക്കുറിച്ച് തന്നോട് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വളരെ സംശുദ്ധമായൊരു രാഷ്ട്രീയമാണ് താൻ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവജന നേതാവെന്ന രീതിയിലുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം എവിടെ നിന്നും ഏതു തരത്തിൽ വന്നു എന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ആ പാർട്ടി ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആ പാർട്ടി ആണ് ആദ്യമേ അതിൽ മറുപടി പറയേണ്ടത്. അതിനുശേഷം താൻ വളരെ വിശദമായി ഇക്കാര്യത്തിൽ മറുപടി പറയും എന്നും പറയുന്നു. നേരത്തെ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടും എന്ന രീതിയിലും വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഇന്ന് ഇവിടേക്ക് എത്തില്ല എന്നാണ് ഓഫീസിൽ നിന്ന് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പാർട്ടി ഓഫീസിൽ ഒരു തരത്തിലുമുള്ള യോഗങ്ങൾ നടക്കുന്നില്ല എന്നും പാർട്ടി ഓഫീസിൽ നിന്നും വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അവ്യക്തത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി ഒരു വ്യക്തമായ മറുപടി പാർട്ടി നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഒരു വ്യക്തമായ മറുപടി പാർട്ടിയിൽ നിന്നും നൽകുന്നില്ല. ഇത്തരം ഒരു പരാതി ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള വിശദീകരണം അവർ നൽകുന്നുമില്ല. ഒരു വശത്ത് നേരത്തെ തന്നെ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആ പാർട്ടിയോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ആളാണ്
ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയ ആളെന്ന്. അതുകൊണ്ട് അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പരാതി പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ തുടങ്ങിയെന്ന ചില വിവരങ്ങളും നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് നൽകുന്നില്ല. എന്നാൽ തന്റെ ഭാഗം തെറ്റില്ല, താൻ ഇത്തരത്തിലൊരു ഇടപെടലും നടത്തിയിട്ടില്ല, തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, അല്ലെങ്കിൽ പരാതിക്കാരൻ ആരാണെന്നെങ്കിലും വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് പ്രമോദ് കൂട്ടുള്ളി സ്വീകരിക്കുന്ന നിലപാട്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ മുംബൈ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട്. 6 മണിക്കൂറിനിടെ 300 മില്ലിമീറ്റർ മഴയാണ് നഗരത്തിൽ പെയ്തത്. റോഡ്, റെയിൽ ഗതാഗതം താറുമാറായി. റെയിൽവേ ട്രാക്കുകളിലും സ്റ്റേഷനിലും വെള്ളം കയറിയതിനെ തുടർന്ന് മുംബൈ ഡിവിഷനിലെ 5 ട്രെയിനുകൾ റദ്ദാക്കി. മഴ കണക്കിലെടുത്ത് മുംബൈയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. पहुंच गए हम लोग सब अभी ना पूरी ट्रेन में कोई भी पहुंच नहीं पाया, हम सब बीच में എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ റെയിൽവേ. പോണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് അതിദാരുണമായ സംഭവമുണ്ടായത്. ഇടപ്പള്ളി സ്വദേശിയായ ആന്റണി ജോസാണ്, 19 വയസ്സുകാരനാണ്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനു വേണ്ടി ഇവിടെയുണ്ടായിരുന്ന പിടിച്ചിട്ട ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലൂടെ കയറി മറുവശത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ലൈൻ കമ്പി, വൈദ്യുതി കടന്നു പോകുന്ന ലൈൻ കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് തെറിച്ചു വീണത്. ഇന്നലെ പച്ചാളം ഭാഗത്ത് ട്രാക്കിന് കുറുകെ മരങ്ങൾ വീണതിനാൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു, ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ആ സമയത്ത് പിടിച്ചിട്ടതാണ് ഈ ഗുഡ്സ് ട്രെയിൻ. ഇടപ്പള്ളി ഭാഗത്താണ്. ഈ സമയത്തായിരുന്നു ആന്റണിയും സുഹൃത്തുക്കളും സുഹൃത്തിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി കേക്ക് വാങ്ങുന്നതിനായി ഇടപ്പള്ളി ഭാഗത്തേക്ക് പോയത്. അവർ ഇതിനടുത്ത് തന്നെയാണ് ആന്റണിയുടെ വീട്. വീട്ടിൽ നിന്നും ട്രാക്കിലേക്ക് വരുന്ന സമയത്താണ് ഈ ഗുഡ്സ് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. സുഹൃത്തുക്കൾ ഈ ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലൂടെയാണ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോയത്. ആ സമയത്ത് ആന്റണി ഈ ട്രെയിനിന്റെ സൈഡിലുണ്ടായിരുന്ന കോവണി കയറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു കയറരുത്, അപകടമാണെന്ന് പറഞ്ഞിട്ട് പോലും അത് വകവയ്ക്കാതെ ആന്റണി ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലെത്തുകയും ആ സമയത്ത് ഈ കാണുന്ന കമ്പി ലൈൻ നിന്നും ഷോക്കേറ്റ് ആന്റണി തെറിച്ചു വീണു. സുഹൃത്തുക്കൾ ഉടൻ തന്നെ അടുത്തുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരെയും യാത്രക്കാരെയും വിളിച്ചു വരുത്തി അവർ അടുത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ ഏകദേശം 95% പൊള്ളലേറ്റ ആന്റണിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ കൊടുക്കാനുള്ള ഒരു സൌകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി മണിക്കൂറുകൾക്കകം തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്നും മുക്തമായിട്ടില്ല. കാരണം തന്റെ സുഹൃത്ത് തങ്ങളുടെ കൺമുന്നിൽ നിന്നാണ് ഇത്തരത്തിൽ ഷോക്കേറ്റ് വീണതായി അവർ കാണുന്നത്. ഇന്ന് തന്നെയാണ് ആന്റണിയുടെ പോസ്റ്റ്മോർട്ടം. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ ബാക്കി ചടങ്ങുകൾക്ക് ശേഷം ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റെയിൽവേ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം എളമക്കര പോലീസും അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആന്റണിയുടെ സുഹൃത്തുക്കളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അവരിപ്പോഴും അതിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണെന്നാണ് പോലീസിന്റെയും നിഗമനം. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. ഈ ഒരു റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുമ്പോൾ പോലും എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്ന് നമുക്കറിയാം. അതിനിടയിലാണ് ഇത്രയും അതിസാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തി ഈ ഒരു ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. KM കോളേജിലെ 1ാം വർഷ BCA വിദ്യാർത്ഥിയാണ്. 2 ആഴ്ച മുൻപാണ് കോളേജിൽ ക്ലാസ് തുടങ്ങിയത്. മാതാപിതാക്കളുടെ ഏക മകനും കൂടിയാണ് ആന്റണി. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. നവമി, മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? കോടതി ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്?
അശ്വതി, ഇന്ന് രാവിലെ തന്നെ ഹർജി പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും ഒപ്പം തന്നെ എക്സാലോജി കമ്പനിയിലെ പ്രതിസ്ഥാനത്തുള്ളവരെയും പ്രതി ചേർക്കണമോ എന്നുള്ളൊരു കാര്യം DIG-നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവരെയും പ്രതി ചേർത്തിരിക്കുന്നത്. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ അതേറെ നിർണായകമാണ്. വിജിലൻസ് കോടതി റദ്ദാക്കിയ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോകണമോ അതോ കോടതിയുടെ തന്നെ വിജിലൻസ് കോടതിയുടെ നടപടിയെ ശരിവെക്കുന്ന ഒരു തീരുമാനമാണോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അങ്ങനെയെങ്കിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുന്ന ഒരു നടപടിയാണെങ്കിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും ഈ കേസിനെ നേരിടേണ്ടി തന്നെ വേണ്ടിവരും. എന്തായാലും മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. അശ്വതി, ശരി നവമി, ഒന്ന് തുടരണം. ഒരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. തീ തുപ്പുന്ന സൈലൻസർ ഘടിപ്പിച്ച് ബൈക്ക് യാത്ര ചെയ്ത യുവാവിനെതിരെ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് RTO. തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിക്കെതിരെയാണ് കേസെടുത്തത്. ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ 2 ദിവസം മുമ്പായിരുന്നു രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി യുവാവിന്റെ യാത്ര. വിവരങ്ങളുമായി നവമി തുടരുന്നുണ്ട്. നവമി, ഈ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ യാത്ര എന്നറിയുന്നു. കൃത്യമായി ആ സ്പാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് നടപടി എടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശരി, എന്തായാലും ഈ രൂപമാറ്റം വരുത്തിയ ബൈക്ക് ഉടമയ്ക്കെതിരെ കിരൺ ജ്യോതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് RTO. ഇടവേള. തങ്ങൾക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തോട് ഈ വാർത്ത വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഞാൻ തന്നെയാണ് ചോദിച്ചത്. കൂടോത്രം വിവാദം അദ്ദേഹം ആദ്യം എനിക്ക് അതിനെപ്പറ്റി ഒറ്റൊന്നും അറിയില്ല, പ്രതികരിക്കാൻ താല്പര്യമില്ലാതെ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇന്ന് വീണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നിയമസഭയിൽ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം സാധാരണ അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുള്ളതാണ്. അവിടെ അദ്ദേഹത്തോട് വീണ്ടും ഈ ചോദ്യം ഉന്നയിക്കാം. പക്ഷേ എങ്ങനെ മറുപടി പറയുമെന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള നിയമസഭ നേരത്തെ തന്നെ ഈ കൂടോത്രം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ വലിയ വികാരം പ്രകടിപ്പിച്ച നിയമസഭയെ വീണ്ടും വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക്. സംഘർഷത്തെ തുടർന്ന് പലായനം ചെയ്തവരെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി കാണും. അസമിലെ പ്രളയബാധിത മേഖലയും രാഹുൽ ഗാന്ധി സന്ദർശിക്കും. ER രാകേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. ER, മണിപ്പൂരിനായി എപ്പോഴും ശബ്ദമുയർത്തുന്ന രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് അവിടുത്തെ ജനങ്ങളെ കാണാനായി എത്തുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പദ്ധതികൾ? വിവരങ്ങൾ. പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ മണിപ്പൂർ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്ത വിഷയം ഇന്ത്യ സഖ്യം പ്രധാനമായി ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഇത് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം മാത്രമാണെന്ന നിലപാടായിരുന്നു BJPക്ക്. അപ്പോൾ അതും തുറന്നു കാട്ടാൻ സാധിച്ചു എന്ന് മാത്രവുമല്ല 2 സീറ്റുകളിലും കോൺഗ്രസ് മണിപ്പൂരിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇതിന് പുറമെ ലോക്സഭയിൽ ആദ്യ സമ്മേളനത്തിൽ പോലും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചു. മണിപ്പൂരിൽ നിന്നുള്ള MP ഈ വിഷയം ഉന്നയിക്കുന്നു നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. രാഹുൽ ഗാന്ധി ആദ്യം അസമിലാണ് സന്ദർശിക്കുന്നത്. കാരണം അസമിൽ എത്തുന്ന രാഹുൽ ഗാന്ധി അവിടെ പലായനം ചെയ്ത് അവിടെ എത്തിയ മണിപ്പൂരിൽ നിന്നുള്ള ഏതാണ്ട് 2000-ലധികം പേരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതിനുശേഷമാണ് മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി തിരിക്കുക. ഏതായാലും മണിപ്പൂരിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി 3 ഇടങ്ങളാണ് സന്ദർശിക്കുന്നത്. അതിലൊന്ന്
ഈ സംഘർഷം ഏറ്റവും രൂക്ഷമായ മേഖലകളിലാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഒന്ന് ചുരാചന്ദ്പൂരാണ്, അവിടെ സംഘർഷം ഏറ്റവും രൂക്ഷമായ പ്രദേശമായിരുന്നു അതിനു പുറമെ ജിരിബാമിലും രാഹുൽ ഗാന്ധി സന്ദർശിക്കും. ഇത് കൂടാതെ മൊയ്റാങ്ങിലും രാഹുൽ ഗാന്ധി ഇന്ന് സന്ദർശനം നടത്തും. ഒപ്പം തന്നെ 2 വിഭാഗങ്ങൾ, അതായത് മെയ്തൈ വിഭാഗം അടക്കമുള്ളവരും കുക്കി വിഭാഗവുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനുണ്ട്. ഇതിന് പുറമെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ പ്രളയം അതിരൂക്ഷമായി തുടരുകയാണ്. അതിൽ തന്നെ അസമിലാണ് സ്ഥിതി ഏറ്റവും മോശമായ സാഹചര്യമുള്ളത്. ഇന്ന് ആദ്യം അസമിലെത്തുന്ന രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സ്വദേശികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രളയബാധിത മേഖല കൂടി സന്ദർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ 35 ജില്ലകളിൽ 30-ലധികം ജില്ലകളിലും പ്രളയം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ഇന്ന് നടക്കും. ബാങ്കിന്റെ നെടുങ്കണ്ടം പ്രധാന ശാഖയ്ക്ക് മുന്നിലാണ് സമരം നടത്തുക. നേരത്തെ തന്നെ നിക്ഷേപകർ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ രാപ്പകൽ സമരത്തിലേക്ക് കടക്കുകയാണ്. ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയ്ക്ക് മുന്നിലാണ് സമരം നടത്തുക. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസായി, തുടർ സമര പരിപാടികൾ ഏത് രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ. ഇന്ന് മുതൽ ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകരുടെ തുടർ സമരം ആരംഭിക്കുകയാണ്. ഇന്ന് രാപ്പകൽ സമരമാണ് നിക്ഷേപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഒരാൾ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്നും പറയുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെ സമര രീതികൾ ഇവർ അവലംബിക്കുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നതിനായി പലതവണയായി ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. നിക്ഷേപ കാലാവധി അവസാനിച്ചിട്ട് പോലും പലർക്കും തുക ലഭിക്കുമോ, ഇത് എന്ന് ലഭിക്കുമെന്ന് വ്യക്തമാക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല. പലതവണ അവധി മാറ്റി നൽകും. ആ ദിവസങ്ങളിലൊക്കെ നിക്ഷേപകരിൽ പലരും ഇവിടെ എത്തും. എന്നാൽ അന്ന് ഒരു നടപടി ഉണ്ടാവില്ല. അടുത്ത അവധിയിലേക്ക് ഇത് വീണ്ടും മാറ്റിവെക്കുന്നു. ഒപ്പം ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇതിന് കൃത്യമായ ഒരു പലിശയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് നിക്ഷേപകർ പരാതി പറയുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപ സമാഹരണത്തിന്റെ പേരിലാണ് ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഉള്ള ആളുകളിൽ നിന്ന് ഈ ഡീലേഴ്സ് സഹകരണ ബാങ്ക് നിക്ഷേപം സ്വീകരിച്ചത്. നെടുങ്കണ്ടത്തിന് പുറമെ കട്ടപ്പനയിലും അടിമാലിയിലും കുമളിയിലും ശാഖകളുണ്ട്. വലിയ അഴിമതി ഈ ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ചും മുൻ ഭരണസമിതി കോൺഗ്രസ് ഇപ്പോഴും ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയിൽ അഴിമതി നടന്നതായി കണ്ടെത്തിയിരുന്നു. വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് കേസുണ്ട്. നിലവിൽ മുൻ ഭരണസമിതിയുടെയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ 3,60,00,000-ലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളതാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കുമളി ശാഖ മാനേജർ 1.25 കോടിയിലധികം രൂപയുടെ തിരിമറി കാണിച്ചെന്നും പറഞ്ഞ് മുൻപ് നിലവിലെ ഭരണസമിതിയും പരാതി നൽകിയിട്ടുണ്ട്. അതിലും കേസ് നിലവിലുണ്ട്. ശരി, രാപ്പകൽ സമരം, നിക്ഷേപകരുടെ രാപ്പകൽ സമരം ഇന്ന് നെടുങ്കണ്ടത്ത് ആരംഭിക്കുകയാണ്. പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലേക്ക് പോകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. 3ാമതും അധികാരത്തിലേറിയ ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണിത്. 22ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കും. ആഗോളതലത്തിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിഷയങ്ങളിൽ നേതാക്കൾ ചർച്ച നടത്തും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. പുനഃപരീക്ഷ, നീറ്റ് പരീക്ഷ റദ്ദാക്കൽ, ഉത്തരപേപ്പറുകൾ വീണ്ടും പരിശോധിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വരുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയാണ്. കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിന്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തുവരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. CPM-ന്റെ
ഈ കള്ളത്തരങ്ങൾ കൊണ്ട് കോഴിക്കോട്ടെ പൊതുസമൂഹം മലീസപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഓരോ വാർത്തകളും നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഇവിടുത്തെ ഓരോ തർക്കങ്ങളുടെയും പിന്നിൽ മധ്യസ്ഥത വഹിക്കുന്നത് CPM-കാരാണ്. അവരതിന് വാങ്ങുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളുമാണ്. CPM-നകത്തുള്ള മാഫിയ തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വാർത്തയും പുറത്തുവരുന്നത്. ഇത് CPM-ൽ അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. വിശാലമായ മേഖല പുറത്തു കിടക്കുകയാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണം. അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം. അന്വേഷണം ഒരിക്കലും കേരള പോലീസിൻ്റെതാവരുത്. CPM സഖാക്കൾക്ക് പണത്തിനോട് കോഴിക്കോട് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ്. മന്ത്രി വീണ ജോർജ് മറുപടി പറയുന്നു. വിവരങ്ങൾ 28/4/2024 സൈബർ ആക്രമണം ഉണ്ടായത്. പക്ഷേ ക്രിട്ടിക്കൽ സിസ്റ്റത്തിൽ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കണ്ടെത്തുകയും അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. സൈബർ ആക്രമണം കണ്ടെത്തിയതിന്റെ ആദ്യ ദിനം മുതൽ തന്നെ അതിനെ മറ്റു കമ്പ്യൂട്ടറുകളിൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ RCC സ്വീകരിച്ചിരുന്നു. തുടർന്ന് അടിയന്തരമായി സർക്കാരിനെയും സൈബർ സെക്യൂരിറ്റി വിഭാഗത്തെയും CERT-നെയും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കേരള അറിയിക്കുകയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും വിദഗ്ധ സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ RCC-യിൽ നിന്നും 29/4/2024 ഔദ്യോഗികമായി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് സൈബർ ഓപ്പറേഷൻസിന് പരാതി നൽകുകയും അവരുടെ നിർദ്ദേശം 8/5/2024 തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 9/5/2024 സൈബർ ക്രൈം വിഭാഗം 116/2024 നമ്പറായി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സൈബർ വിഭാഗവും CERT-ഉം അനാലിസിസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 8 ഡെസ്ക്ടോപ്പ് PC-കളിലും 4 സെർവറുകളിലുമാണ് വൈറസ് ബാധിച്ചതെന്ന് കണ്ടുപിടിക്കുകയും തുടർന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിലുള്ള വിവരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി 5 ദിവസം സ്ഥാപനത്തിലെ രോഗികളുടെ ചികിത്സ നിർത്തിവെക്കുകയും 6-ാം ദിവസം പുനരാരംഭിക്കുകയും ചെയ്തു. സൈബർ ആക്രമണം നേരിട്ട മറ്റു കമ്പ്യൂട്ടറുകൾ സൈബർ വിഭാഗവും CERT-ഉം തുടർ പരിശോധനകൾക്കായി ഏറ്റെടുത്തിട്ടുണ്ട്. സൈബർ വിഭാഗത്തിന്റെയും CERT-ന്റെയും നിർദ്ദേശപ്രകാരം രോഗികളുടെ ചികിത്സാരേഖകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾ വരാതിരിക്കുന്നതിനുമുള്ള നടപടികൾ RCC സ്വീകരിച്ചു വരികയാണ്. ബാക്കപ്പ് ഉള്ളതിനാൽ രോഗികളുടെ റേഡിയേഷൻ ചികിത്സാ വിവരങ്ങൾ സുരക്ഷിതമാണ്. ശ്രീമതി KK രമ. സർ, RCC-യിലെ സെർവറിന് നേരെയുണ്ടായ സൈബർ ആക്രമണം സംബന്ധിച്ച് നടത്തിയ പോലീസിന്റെ സൈബർ അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ ഓഡിറ്റിംഗിലും അതിന്റെ RCC-യിലെ കമ്പ്യൂട്ടർ ശൃംഖലയുടെ സെക്യൂരിറ്റി സിസ്റ്റം വേണ്ടത്ര ഗുണനിലവാരമില്ലായിരുന്നെന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അപ്പോൾ ഇത്രയധികം രോഗികളുടെ സ്വകാര്യ വിവരങ്ങളും ആരോഗ്യ സംബന്ധമായ വിവരങ്ങളുമൊക്കെ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് ഉപയോഗത്തിനായി വേണ്ടത്ര നിലവാരമില്ലാത്ത സെക്യൂരിറ്റി സിസ്റ്റം ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് സംവിധാനത്തിന് അനുമതി ലഭിച്ചത് എങ്ങനെയാണെന്നും ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതുമാണ് ചോദ്യം. സർ, ഞാൻ ഉത്തരത്തിൽ നിയമസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം PSC നിയമനക്കോഴ ആരോപണം സഭയിലേക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രി അത് തള്ളിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. PSC നിയമനക്കോഴ ആരോപണം തള്ളാതെ മുഖ്യമന്ത്രി എന്ന വാർത്ത വരുന്നു. VV അരുൺ വിവരങ്ങളും അയച്ചിരുന്നു. അരുൺ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? നിയമസഭയിൽ PSC പൊതുമേഖലാ സ്ഥാപനം റിക്രൂട്ട്മെന്റ് PSCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവേളയിൽ ചോദ്യത്തിലാണ് മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ഈ PSC കോഴ ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് PSCയുടെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഭരണകക്ഷി നേതാവിന്റെ പങ്ക്, അതായത് 60 ലക്ഷം കോഴ വാങ്ങുകയും PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 60 ലക്ഷം രൂപ കോഴ വാങ്ങുകയും ചോദിക്കുകയും അതിൽ 22 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ഷംസുദ്ദീന്റെ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ആരോപണം വാർത്തകൾ തള്ളാതെയുള്ള മറുപടിയാണ് നൽകിയത്. PSC അപകീർത്തിപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്നുണ്ട്. എന്നാൽ PSC അംഗമായി ആരെങ്കിലും നിയമിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളിലൂടെ കഴിയില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തട്ടിപ്പുകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്, പല മാർഗങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അതിൽ ആ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഏതായാലും ഈ PSC കോഴ ആരോപണം തൊട്ടടുത്ത ദിവസം തന്നെ വിഷയം സഭയിൽ ഉയരുകയാണ്. പ്രതിപക്ഷം അതൊരു വിഷയമായി ആ രീതിയിൽ ഔദ്യോഗികമായി തീരുമാനിച്ച് ചോദിച്ചതല്ലെങ്കിൽ പോലും ഷംസുദ്ദീൻ ആ ചോദ്യം സഭയിൽ ഉന്നയിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയുകയും ചെയ്തു. ശരി, VV അരുണാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി വാർത്തകൾ നിഷേധിച്ചിട്ടില്ല, തള്ളിയിട്ടില്ല. അതേസമയം നടപടിയുണ്ടാകും, നാട്ടിൽ പലയിടത്തും പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. അതിൽ നടപടി ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റു വാർത്തകളിലേക്ക്.
അപ്രതീക്ഷിതമായി ബാധിച്ച രോഗത്തിന്റെ ചികിത്സയ്ക്കായി നല്ല മനുഷ്യരുടെ സഹായം തേടുകയാണ് യുവാവ്. പനിക്ക് പിന്നാലെ ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് ബാധിച്ച കോട്ടയം മാഞ്ഞൂർ സ്വദേശി പ്രശോഭ് പുരുഷോത്തമനാണ് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു 20-കാരനായ പ്രശോഭ്. അടുത്തിടെ വന്ന പനി വിട്ടുമാറിയതിനു പിന്നാലെയാണ് പെട്ടെന്നൊരു ദിവസം അബോധാവസ്ഥയിലായത്. ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചികിത്സ മാറ്റി. പരിശോധനയിലാണ് ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചത്. ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ICUയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സാമ്പത്തികം തീരെ മോശത്തിലാണ്. ഞങ്ങൾ ഇപ്പം തന്നെ 10 ലക്ഷം രൂപയോളം ചിലവായി. അത് ഞങ്ങൾ കടം മേടിച്ചും വിറ്റും നിർദ്ദേശമൊക്കെ ആയിട്ട് നടത്തി. ഇനി ഞങ്ങൾക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞ 14 ലക്ഷം രൂപ ആകുമെന്നാണ് പറഞ്ഞത്. സുഖമായി വരുമ്പോഴത്തേനും കുറച്ച് ദിവസം കിടക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കൊണ്ടൊരു മാർഗവും ഇല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കുറുപ്പന്തറയിൽ ഓട്ടോ വർക്ക്ഷോപ്പ് നടത്തുകയാണ് പുരുഷോത്തമൻ. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും രക്ഷാധികാരികളായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പണമിടാൻ പ്രത്യേക അക്കൗണ്ടും തുടങ്ങി. മൂന്നാമക്കളാണ് അവർക്കുള്ളത്. അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഈ പ്രശോഭ് പുരുഷോത്തമൻ. പഠിത്തത്തിലൊക്കെ അതിസമർത്ഥനായിരുന്ന കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ വലിയ തുക കണ്ടെത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഇതിനോട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ, പ്രശോഭിന്റെ ജീവൻ രക്ഷിക്കുക വഴി നമ്മുടെ നാട് ഒന്നിച്ച് ഒരു കൂട്ടായ്മയോടെ ഒരുമിച്ച് നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് ഞാനിതിനായി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനകം 10 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചിട്ടുണ്ട്. മികച്ച ചികിത്സ ലഭ്യമാക്കിയാൽ പ്രശോഭിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു. ന്യൂസ് 18 കോട്ടയം. തൃശൂരിൽ വീണ്ടും ആവേശ മോഡൽ പാർട്ടി നടത്താൻ ശ്രമം. 32 പേർ പോലീസിന്റെ പിടിയിലായി. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ എത്തിയവരാണ് പിടിയിലായത്. പിടിയിലായവരിൽ 18 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്റലിജൻസിന്റെയും ഈസ്റ്റ് പോലീസിന്റെയും സമയോചിത ഇടപെടലിലാണ് ശ്രമം പൊളിഞ്ഞത്. ഇന്നലെ വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുര നടയിലായിരുന്നു സംഭവം. ചേർത്തല പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ്. തൈക്കാട്ടുശ്ശേരി സ്വദേശി ഷൈജു, സഹോദരൻ എന്നിവർക്കെതിരെയാണ് കേസ്. സംഘം ചേർന്നുള്ള ആക്രമണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും അശ്വതി, ഇന്നലെ ജില്ലാ പോലീസ് മേധാവി നമുക്ക് നൽകിയ ആ ഉറപ്പിന്മേൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെ, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് തൈക്കാട്ടുശ്ശേരിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നിലാവ് എന്ന പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. അവളുടെ സഹോദരന്മാരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ കയറിയ നിലാവ് എന്ന പെൺകുട്ടിയെ റോഡിലിട്ട് ഈ ഷൈജുവും സഹോദരൻ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടി മർദ്ദനമേറ്റ ദൃശ്യങ്ങളടക്കം പൂച്ചക്കൽ പോലീസിനെ കാണിച്ചിട്ടും അതിനകത്ത് നടപടിയെടുക്കാനോ നമ്മൾ 8 മണിവരെ ബന്ധപ്പെടുന്ന സമയത്ത് പോലും പോലീസ് കേസെടുക്കാനോ തയ്യാറായിരുന്നില്ല. പിന്നീട് ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവരികയും ജില്ലാ പോലീസ് മേധാവി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഹരിജൻ അട്രോസിറ്റി ആക്ടും ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, സംഘം ചേർന്ന് ആക്രമിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ നിലാവെന്ന പെൺകുട്ടിയുടെ സഹോദരനും ഈ ഷൈജുവിന്റെ സഹോദരങ്ങളും ഷൈജുവിന്റെ മകനും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇവര് കുട്ടികളെ കളിക്കാനായി വിളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ്. അപ്പൊ ഷൈജുവിന്റെ വീട്ടിൽ ചെന്ന നിലാവിന്റെ സഹോദരങ്ങൾ അവിടെ ബഹളം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് നിലാവിന്റെ സഹോദരങ്ങൾക്കെതിരെയും കേസ് എടുക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി ശരണ്യ. ചാവക്കാട് എടക്കഴിയൂർ കടപ്പുറത്ത് യുവാവിനെ വിളിച്ചുവരുത്തി 10 അംഗ സംഘം മർദ്ദിച്ചു എന്ന് പരാതി. എടക്കഴിയൂർ വലിയകത്ത് ഹസൻ ബസരിയയ്ക്കാണ് മർദ്ദനമേറ്റത്. രാജു ഗുരുവായൂർ ചേരുന്ന വിവരങ്ങളുമായി. രാജു, എന്താണ് സംഭവിച്ചത്? അശ്വതി, കഴിഞ്ഞ
25 വൈകിട്ടാണ് എടക്കഴിയൂർ നാലാങ്കല്ല് കടപ്പുറത്ത് കാറ്റാടി മരങ്ങൾക്കിടയിൽ കൊണ്ടുപോയി ഹസൻ എന്ന യുവാവിനെ 10 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. നാട്ടുകാരനായ ഒരാളുടെ കീഴിലാണ് ഹസൻ ജോലി ചെയ്തിരുന്നത്. ഇയാൾ ഫോൺ ചെയ്തതിന് അനുസരിച്ച് മാങ്ങയുടെ കിട്ടാനുള്ള പണം തരാമെന്ന് പറഞ്ഞ് കച്ചവട ഉടമ ഹസനെ കടപ്പുറത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീടാണ് ബീച്ചിലെ കാറ്റാടി കാട്ടിൽ കൊണ്ടുപോയി 10 പേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിന് ശേഷം സംഭവം പുറത്തറിയിച്ചാൽ കടലിൽ കെട്ടിത്താഴ്ത്തുമെന്നും സംഘം ഭീഷണിപ്പെടുത്തി. ഇതിൽ ഭയന്ന ഹസൻ വീണ് പരിക്കേറ്റതാണെന്നാണ് വീട്ടിൽ ആദ്യം പറഞ്ഞത്. ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തും ചികിത്സ തേടിയെങ്കിലും വളരെയധികം ദിവസം ഹോസ്പിറ്റലിൽ ചെലവഴിച്ച ശേഷമാണ് ഇയാൾ റിക്കവർ ആയെങ്കിലും ഇയാൾക്ക് ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസിൽ അറിയിക്കരുതെന്ന് പറഞ്ഞ് വീണ്ടും സംഘം പലതവണ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായ ടി.വി. സുരേന്ദ്രൻ സംഘവും ഹസനെ സന്ദർശിച്ചപ്പോഴാണ് ഈ യഥാർത്ഥ സംഭവം ഹസൻ വിവരിച്ചത്. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് തെളിവെടുപ്പിനായി സ്ട്രെച്ചറിൽ ഹസനെ കടപ്പുറത്ത് എത്തിച്ച ശേഷമാണ് അക്രമികളുടെ നമ്പറും മറ്റും അന്വേഷിക്കാനായി ഹസനെ കടപ്പുറത്തേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ഇതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ കേസെടുത്ത് ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി രാജു. കോഴിക്കോട് കൊളത്തറയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. അസ്ലാമു എന്നയാളുടെ വീടാണ് തകർന്നത്. തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടത്. മണ്ണിടിയുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രദേശത്തെ 3 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കുഞ്ഞുണ്ണി മാഷിനെയും കുട്ടിക്കവിതകളെയും സ്നേഹിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി തീർത്ഥ വിവേക് എന്ന 8 വയസ്സുകാരി 3 ഭാഷകളിൽ കവിതകൾ രചിച്ച ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തീർത്ഥ. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഊണുപോലുണ്ണാതെ ഉണ്ണികൾ ഊഞ്ഞാലാടി ഉണ്ണും ഉണ്ണിയപ്പം, രുചിവീരൻ ഉണ്ണിയപ്പം, കൊതിവീരൻ ഉണ്ണികൾ കീകി, ഉണ്ണിയപ്പം തൻ വീരം ഉണ്ണിക്കുടസ. 3 ഭാഷകളിലായി 27 കവിതകൾ. 4ാം ക്ലാസ്സുകാരിയുടെ വിവിധ ഭാഷകളിലെ പദസമ്പത്ത് അതിശയിപ്പിക്കുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും രചിച്ച കവിതകളെ തേടിയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ തീർത്ഥയ്ക്ക് കുഞ്ഞുണ്ണി കവിതകൾ ഇഷ്ടമായിരുന്നു. കുഞ്ഞുണ്ണി മാഷിനെ വർണ്ണിച്ചാണ് ആദ്യ കവിത. നാടോടിത്തമ്പ്രാൻ, നാടോടിത്തമ്പ്രാന്റെ നാടാകും നാടെല്ലാം നാടോടിത്തമ്പ്രാൻ നാട്ടുകാർക്കായി വീതിച്ചു. നാടാകെ വാഴ്ത്തി നാട്ടുകാരും പുകഴ്ത്തി, നാടോടിത്തമ്പ്രാനെ നാടിന്റെ നാഥനായി 4 ദിക്കോളം. My teachers teaches me. Their teachings taught me to think, grow big. My teachers also made me to teach others to think, grow big. My teachers are my lesson to listen, learn, love and live to think, grow big. भारत हमारा देश है, देश हमारा भूमि है, ഭൂമി ഹമാര മാതാ ഹേ, മാതൃഭൂമി ഭാരത് മാതാ ഹേ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് തൃപ്പൂണിത്തുറ ഗണപതി മഠത്തിൽ തീർത്ഥ വിവേക് കവിതകൾ ചൊല്ലാൻ തുടങ്ങിയത്. തുടർന്നാണ് മാതാപിതാക്കൾ ആ കവിതകൾ തീർത്ഥയുടെ കവിതകളാണെന്ന് തിരിച്ചറിഞ്ഞത്. കുഞ്ഞുണ്ണി മാഷിന്റെ 50 കവിതകൾ 22 മിനിറ്റിൽ ചൊല്ലിയാണ് അന്ന് തീർത്ഥ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയത്. പിന്നാലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും എത്തി. കുഞ്ഞുണ്ണി മാഷിന്റെ 51 കവിതകൾ നിർത്താതെ 21 മിനിറ്റിൽ ചൊല്ലിയതിനാണ് എനിക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത്. ഞാൻ കുറച്ച് കവിതകൾ 3 ഭാഷയിൽ എഴുതി. അതിനാണ് എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഹാസ്യവും ചിന്തകളും സ്നേഹവും ഭക്തിയും കുസൃതിയും ഒക്കെ ഇഴുകിച്ചേർന്നതാണ് തീർത്ഥയുടെ കവിതകൾ. കവിതകളുടെ ഇല്ലസ്ട്രേഷനുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ കൊച്ചുമിടുക്കി. കൊറോണ സമയത്താണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചൊല്ലി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഗൂഗിളിൽ നിന്നും പുസ്തകത്തിൽ നിന്നൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സ്വന്തം മുത്തശ്ശനെ പോലെ കരുതി. അതിനിടയ്ക്ക് കുഞ്ഞുമാഷിന് തോർത്തൊക്കെ ഇടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ബെഞ്ഞിനൊക്കെ ഇട്ട്. അപ്പൊ എന്റെ അടുത്ത് പറയും ഒരു ദിവസം ബെഞ്ഞിനിട്ട് തോർത്തിട്ടിരിക്കും, എനിക്ക് കുഞ്ഞിനെ മാഷിനെ പോലെ പഠിപ്പിച്ചു തരാൻ. അങ്ങനെ ഞങ്ങൾ കളിച്ച് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഓരോ കവിതകളാണ് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഓരോ കവിതകൾ. നമ്മളൊന്ന് UKG ആയിരുന്നല്ലോ, അങ്ങനെ അത് ചെയ്തു. ഒരു
51 കവിതകളായപ്പോഴത്തേക്ക് ഞാൻ മോളോട് ചോദിച്ചു ഈ 51 ഒന്നിച്ച് ചൊല്ലാമോ? അപ്പോൾ കുഞ്ഞുണ്ണി മാഷിന് ഭയങ്കര ഇഷ്ടാവുന്നു. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നക്ഷത്രലോകത്ത് നിന്ന് കുഞ്ഞുണ്ണി മാഷ് വരുമെന്ന്. അങ്ങനെ രാത്രി ഒരു ദിവസം നക്ഷത്രം നോക്കിയാണ് മോള് ഈ 51 കവിതകൾ ഒന്നിച്ച് ചൊല്ലി. കൃഷ്ണനെക്കുറിച്ചും മഹാത്മജിയെക്കുറിച്ചും APJ അബ്ദുൽ കലാമിനെക്കുറിച്ചുമൊക്കെ തീർത്ഥ ടോക്സ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നുമുണ്ട്. വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അമ്മ സൌമ്യയാണ് പ്രധാന സഹായി. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കവിതകളോടുള്ള ഒരു താല്പര്യം തുടങ്ങുന്നത്. ആ സമയത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചൊല്ലിപ്പടിച്ചും ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ 51 കവിതകൾ 22 മിനിറ്റിൽ നിർത്താതെ ചൊല്ലിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയത്. ആ ഒരു താല്പര്യം പിന്നീട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു അനുഗ്രഹത്താൽ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കവിതകളോട് പ്രത്യേകിച്ച് ഷോർട്ട് പോയിംസിനോട് ഒരു താല്പര്യം മോൾക്ക് തുടങ്ങി. കവിതകൾ പുസ്തകരൂപത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥ. പ്രൊഫസർ MK സാനു അവതാരിക എഴുതും. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് കെ വിജയന്റെയും സെന്റ് തെരേസാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൌമ്യ വിവേകിന്റെയും മകളായ തീർത്ഥ തൃപ്പൂണിത്തുറ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 കൊച്ചി.